നടി അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെ ലക്ഷ്മിപ്രിയക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടക്കുന്നതായി പരാതി. ജസ്റ്റിസ് അൻസിബ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അപകീർത്തികരമായ ക്യാമ്പയിൻ നടക്കുന്നതായും ലക്ഷ്മിപ്രിയ കൊച്ചിൻ സൈബർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ജസ്റ്റിസ് അൻസിബ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അവർ ആരോപിച്ചു. ലക്ഷ്മിപ്രിയയുടെ പ്രതികരണത്തിലേക്ക്. പരാതി എപ്പോഴും ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് അൻസിബയുടെ കേസ് തള്ളിയതിനു ശേഷം, ഇതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമന്റ്സുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെ പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷൻ ഒക്കെ കൊടുക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിന്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമന്റ്സും ആണ് വരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിന്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പരാതി എടുക്കാൻ വേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യും. ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വരുന്നതിന് തുടർച്ചയായിട്ട് വരുമ്പോൾ ഈ പോലീസിന് ഒരു പരിധി ഉണ്ടാവുക. കമന്റ് അല്ലല്ലോ പെർട്ടിക്കുലർ ആയ ചില ആൾക്കാർ ഇരുന്നു കൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണോ? അല്ല, യൂട്യൂബിലാണ്. യൂട്യൂബും ഉണ്ട്, ഫേസ്ബുക്കിലും ഞാൻ കാണുന്നുണ്ട്. പോസ്റ്റുകളല്ല, എന്നെ പറ്റിയിട്ട് അപകീർത്തികരമായ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ വീഡിയോകൾ, വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത യൂട്യൂബ് വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വളരെ മോശം, ലജ്ജാകരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള, അതും ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള ഒരു ചിന്തയില്ല. ഇപ്പം അഭിമാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷനെന്ന വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഒരു സ്ത്രീയാണ്, എതിരെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ, കൂടെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ. അപ്പം അത് പോലും നോക്കാണ്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീക്കം ചെയ്യണം എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഇഷ്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. എനിക്കറിയില്ല, അതൊക്കെ നമ്മൾക്ക് ഊഹാപോഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അവരത് വേണ്ട പോലെ നോക്കട്ടെ.